Hello all, Software Engineering Module 4. In this video lecture, we are covering Software Process Basics and Process Flow. So, first we will see an introduction to software process. Actually, software process is a roadmap that you follow while developing a software project. When you work to build a product or system, it is important to go through a series of predictable steps or a roadmap that will lead you from a source to destination. And that roadmap is called software process. ഇതിൻ്റെ അർത്ഥം നമുക്ക് ഏതൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിലും നമ്മൾ സെറ്റ് ഓഫ് സ്റ്റെപ്സ് വഴി എന്തായാലും കടന്നു പോയേ പറ്റൂ. അങ്ങനെ ഒരു പ്രെഡിക്റ്റബിൾ സെറ്റ് ഓഫ് സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിന് റോഡ് മാപ്പ് എന്ന് പറയും. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷൻ വരെ എത്താനുള്ള ഒരു റോഡ് മാപ്പ്. ആ റോഡ് മാപ്പിനെയാണ് സോഫ്റ്റ്വെയർ പ്രോസസ് എന്ന് പറയുന്നത്. സോ ഈ റോഡ് മാപ്പ് നമ്മൾ അതേപോലെ ഫോളോ ചെയ്താൽ എന്താ ഗുണം ഉണ്ടാവുക? യു ക്യാൻ ക്രിയേറ്റ് എ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് in a timely manner. അതേ പാത്ത് അല്ലെങ്കിൽ അതേ സ്റ്റെപ്സ് മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ പെട്ടെന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റും. അത് മാത്രമല്ല ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. Next, who does software process? Mainly software engineers and their managers do or does this software process. Other than that, the customers or the people who are interested in this project can also take part in the software process. For this software process involve ആകുന്നത് software engineers ഉം managers ഉമാണ് mainly. അവരുടെ പ്രൊജക്റ്റിന് ആവശ്യമായുള്ള സോഫ്റ്റ്വെയർ പ്രോസസ് അഡാപ്റ്റ് ചെയ്ത് തുടങ്ങും. എല്ലാവർക്കും ഒരേ റോഡ് മാപ്പ് അല്ല ഫോളോ ചെയ്യേണ്ടി വരിക. പല ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പല റോഡ് മാപ്പ് നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ അതേപോലെ തന്നെ പല സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ പല റോഡ് മാപ്സ് ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും മാനേജേഴ്സും അവരുടെ പ്രൊഡക്റ്റിന് ആവശ്യമായ അല്ലെങ്കിൽ അവരുടെ പ്രൊജക്റ്റിന് ആവശ്യമായ പ്രോസസ്സ് അഡാപ്റ്റ് ചെയ്യും. ഇതേപോലെ കസ്റ്റമേഴ്സിനും ഇടയ്ക്കിടയ്ക്ക് ചെറിയ റോൾസ് ഉണ്ട് ഈ സോഫ്റ്റ്വെയർ പ്രോസസ് ഡെവലപ്മെന്റിൽ. ആൻഡ് വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? വൈ സോഫ്റ്റ്വെയർ പ്രോസസ് ഇസ് ഇമ്പോർട്ടൻറ്റ്? Reasons are it provides stability, control and organization to an activity. ഒരു ആക്ടിവിറ്റിനെ സ്റ്റേബിൾ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ഒന്ന് വെൽ ഡിഫൈൻഡ് മാനറിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് ദിസ് a process is not stable, controlled or organized, അതിന്റെ അർത്ഥം എന്താ? അൺകൺട്രോൾഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഗുഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അപ്രോച്ച് അല്ല. ആ മെത്തേഡ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നില്ല. ടൈംലി മാനറിൽ പ്രൊജക്റ്റിന്റെ കംപ്ലീഷൻ പോസിബിൾ അല്ല. സോ ടൈംലി മാനറിൽ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റേബിൾ ആയിരിക്കണം, കൺട്രോൾ മാനറിൽ ഓർഗനൈസ്ഡും ആയിരിക്കണം. സോ ഫോർ ദാറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും മാനേജേഴ്സും എന്ത് ചെയ്യേണ്ടി വരും? ഒരു റൂട്ട് മാപ്പ് അല്ലെങ്കിൽ റോഡ് മാപ്പ് ഫോളോ ചെയ്യണം. അതിനായിട്ട് സോഫ്റ്റ്വെയർ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് വാട്ട് ഈസ് ദ വർക്ക് പ്രൊഡക്റ്റ്? ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, the work products are programs, documents and data. സോ ഇത് ഓൾറെഡി പറഞ്ഞായിരുന്നു, എപ്പോഴും ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സിന്റെ വർക്ക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ വർക്ക് പ്രൊഡക്റ്റ് എന്താണ്? ഫ്രം ദ വ്യൂ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രോഗ്രാംസ് ആകാം, ഡോക്യുമെന്റ്സ് ആകാം, ഡേറ്റ ആകാം. അവർ പല പല ആക്ടിവിറ്റീസിന്റെ ഇടയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസോ ഡോക്യുമെന്റ്സോ ഡേറ്റയോ ആകാം. സോ this is an example of software process framework. ഒരു software process framework, software process എന്ന് പറഞ്ഞാൽ it will have a process framework which is already explained on previous lecture. ഈ process frameworkൽ
അംബർല ആക്ടിവിറ്റീസിലെ ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ഇനി ഒരു ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി എടുത്താൽ അതിലെന്താ ഉണ്ടാവുക? ഒരു ആക്ഷൻ ഉണ്ടാവും, സെറ്റ് ഓഫ് ടാസ്കുകൾ ഉണ്ടാവും, ചിലപ്പോ വേറൊരു ആക്ഷൻ ഉണ്ടാവും, അതിന് വേണ്ട ടാസ്കുകൾ ഉണ്ടാവും. ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ചെറിയ ജോബ്സ്, ഇൻ ബിറ്റ്വീൻ ചെയ്യുന്ന ചെറിയ ജോബ്സ്, ക്വാളിറ്റി അഷ്വറൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സം ഹൈലൈറ്റ്സ്, പോയിന്റ്സ്, ഇതിനൊക്കെ നമുക്ക് ടാസ്കുകളായിട്ട് കൺസിഡർ ചെയ്യാം. സോ ആഫ്റ്റർ ഈച്ച് ടാസ്ക് എന്ത് കിട്ടാം? ഒരു ചെറിയ വർക്ക് പ്രൊഡക്റ്റ് കിട്ടാം. ക്വാളിറ്റി അഷ്വറൻസ് പോയിന്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്പ്യൂട്ടേഷൻ വാല്യൂ കിട്ടാം. പ്രൊജക്റ്റിന് ഒരു മൈൽ സ്റ്റോണും ഉണ്ടാവാം. സോ ഓവറോൾ ഒരു പ്രോസസ് ഫ്രെയിംവർക്ക്, സോഫ്റ്റ്വെയർ പ്രോസസ് ഫ്രെയിംവർക്ക് എടുത്താൽ ഇതേപോലെ ഇരിക്കും. പ്രോസസ് ഫ്രെയിംവർക്കിനകത്ത് അംബർല ആക്ടിവിറ്റീസ് ആണ് മെയിൻലി നമ്മൾ ചെയ്യുക. Now, when we see the hierarchy of technical work in software process, ഒരു റോഡ് മാപ്പ് ഉണ്ട് പറഞ്ഞു. ആ റോഡ് മാപ്പിനകത്ത് ടെക്നിക്കൽ വർക്ക് ഒരു ഹൈറാർക്കിയൽ വേയിൽ അറേഞ്ച് ചെയ്താൽ ഇങ്ങനെ 3 കാര്യങ്ങളാണ് വരിക. There will be activities which is encompassing actions, and the actions are populated by task. ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യേണ്ടി വരും. ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ എന്ത് ചെയ്യണം? നമുക്ക് കുറെ ആക്ഷൻസ് പെർഫോം ചെയ്യണം. ഓരോ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ടാസ്കുകളാണ്. ഇങ്ങനെ ഹൈറാർക്കിയൽ വേയിൽ വേണമെങ്കിൽ നമുക്ക് ആ ടെക്നിക്കൽ വർക്കിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. നെക്സ്റ്റ്, what is process flow? Process flow describes how the framework activities and the actions and the tasks that occur within each framework activity are organized with respect to sequence and time. So process flow എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സിന്റെ ഹൈറാർക്കി എടുത്താൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്, ടാസ്കുകൾ ഉണ്ട് അല്ലെ? അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്? ഏത് ടൈമില് ഏത് സീക്വൻസില് ആണ് ഓർഗനൈസ് ചെയ്യുന്നത്? ആ ഒരു ഓർഗനൈസേഷൻ, ഹൗ ദീസ് ആക്ടിവിറ്റീസ്, ആക്ഷൻസ് ആൻഡ് ടാസ്ക് ആർ ഓർഗനൈസ്ഡ്, അതിനെയാണ് എന്ത് പറയുന്നത്? പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. എപ്പ ടാസ്ക് 1 ചെയ്യണം, എപ്പ ടാസ്ക് 2 ചെയ്യണം, എപ്പ ആക്ടിവിറ്റി 1 ചെയ്യണം, എപ്പ ഒരു ആക്ഷൻ പെർഫോം ചെയ്യണം, ഏത് ഓർഡറിൽ പെർഫോം ചെയ്യണം എന്നുള്ളതിനെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. From here we will see various process flow. First one is linear process flow. In linear process flow, 5 framework activities. Framework ന്റെ 5 activities ആണ് communication, planning, modeling, construction and deployment. So linear process flow ല് ഈ 5 framework activities ഒരു sequential വേയിലാണ് arrange ചെയ്തിരിക്കുന്നത്. ആദ്യം communication perform ചെയ്യും. കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ പ്ലാനിങ് ചെയ്യുള്ളൂ. പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മോഡലിംഗ് അല്ലെങ്കിൽ ഡിസൈനിങ് ചെയ്യുള്ളൂ. ഡിസൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൺസ്ട്രക്ഷൻ, കോഡിംഗ് ചെയ്യുള്ളൂ. കോഡിംഗ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഡിപ്ലോയ്മെന്റ് ചെയ്യുള്ളൂ. അല്ലാതെ പ്ലാനിങ് കഴിഞ്ഞ് പ്ലാനിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു ബാക്ക് ട്രാക്കിംഗ് ഒന്നുമില്ല. ഒരു സീക്വൻഷ്യൽ വേയില് 5 ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യും. ഇതിനെയാണ് linear process flow എന്ന് പറയുന്നത്. So with definition we can see a linear process flow executes the 5 framework activities in sequence, beginning with communication and culminating or ending with deployment. First we will do communication. Once the communication is over, we will go for planning, then modeling, then construction, and then deployment. It is gone in a sequential way or linear way. So this flow is called linear process flow. Next is iterative process flow. The term iterative means repeat something. So iterative process flow repeats one or more activities before proceeding to the next. It's very clear from the figure. Iterative process flow ല് ഒന്നോ അതിൽ ആക്ടിവിറ്റീസോ റിപ്പീറ്റ് ചെയ്യും. സോ ഇവിടെ നോക്കിയാൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തു, പ്ലാനിങ് ചെയ്തു. പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ
എന്തെങ്കിലും പ്രോബ്ലം തോന്നിയാൽ എങ്ങോട്ട് തിരിച്ചു വരികയാണ്? കമ്മ്യൂണിക്കേഷൻ എന്ന ആക്ടിവിറ്റിയിലോട്ട് തിരിച്ചു വരികയാണ്. ദെൻ മോഡലിംഗ് ചെയ്തു, കൺസ്ട്രക്ഷൻ ചെയ്തു. കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും എങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാൻ നോക്കുകയാണ്? കമ്മ്യൂണിക്കേഷനും പ്ലാനിങ്ങും മോഡലിംഗും ഒക്കെ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. സോ ഇവിടെ ഒരു ഫേസ് കഴിഞ്ഞു എന്ന് വെച്ചാൽ അതിലെല്ലാം അവിടെ അവസാനിക്കുന്നില്ല. ചിലപ്പോൾ we will come back and will do that activity again. After planning, we will come back to communication and we will do some communication task. Even after construction, we will come back to communication, we will perform communication, then planning, then modeling and so on. Many steps are repeated in between. അങ്ങനെ repetition ചെയ്യണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് call ചെയ്യാം? Iterative process flow എന്ന് call ചെയ്യാം. Next is evolutionary process flow. Evolutionary process flow executes the activities in a circular manner. Each circuit through the 5 activities lead to a more complete version of software. The meaning എന്താണ് പറഞ്ഞുതരാം. First point ഇത്രേ പറയുന്നുള്ളൂ. All the activities are performed in a circular manner. We'll start with communication. We'll communicate something. And based on the communication, we will plan, we will design, we will construct or we will code, then we will deploy. After coding, we'll get a result and that is deployed to the customer. But ഇതൊരു final product അല്ല. ഇതൊരു increment മാത്രമാണ്, അല്ലെങ്കിൽ ഇടയ്ക്ക് produce ചെയ്ത ഒരു ചെറിയ output മാത്രമാണ്. ഇത് കഴിഞ്ഞാൽ next phase ൽ again we will start communicating with the customer. പ്ലാൻ ചെയ്യും, മോഡലിംഗ് ചെയ്യും, കൺസ്ട്രക്ഷൻ ചെയ്യും, ഡിപ്ലോയ്മെന്റ് ചെയ്യും. സോ ഓരോ സർക്കുലർ മേലുള്ള ട്രാവൽ കഴിഞ്ഞാലും നമുക്ക് ഓരോ ചെറിയ വർക്ക് പ്രൊഡക്റ്റ് റിലീസ് ആകും. ഫൈനൽ വർക്ക് പ്രൊഡക്റ്റ് ഇങ്ങനെ 3-4 പ്രാവശ്യം സർക്കുലർ മാനറിൽ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് എന്ത് പ്രൊഡ്യൂസ് ആവുക? ഫൈനൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ആകുക. സോ ഇങ്ങനെ സർക്കുലർ വേയിൽ ആക്ടിവിറ്റീസ് ചെയ്യുക, ഓരോ സർക്കിൾ കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ചെറിയ വർക്ക് പ്രൊഡക്റ്റ് എങ്കിലും റിലീസ് ചെയ്യുക. ആ ടൈപ്പ് ഫ്ലോക്കാണ് എവല്യൂഷണറി പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ആണ്. കാരണം ഓരോ ഫ്യൂ മന്ത്സ് ഓർ ഡേയ്സ് കഴിഞ്ഞാൽ വി ആർ ഗിവിംഗ് സംതിങ് ടു ദ കസ്റ്റമർ. അപ്പോൾ കസ്റ്റമർക്ക് അത് റിവ്യൂ ചെയ്യാം. അതിൽ ആ റിവ്യൂ ചെയ്യുമ്പോൾ വരുന്ന മോഡിഫിക്കേഷൻസ് ആണ് നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷനിൽ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ ഓരോ സർക്കുലർ മാനറിലുള്ള 5 ഫേസ് കഴിയുമ്പോഴും ബെറ്റർ വേർഷൻ ഓഫ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് പറ്റും. നെക്സ്റ്റ് ഇസ് പാരലൽ പ്രോസസ് ഫ്ലോ. ദിസ് ഇസ് നത്തിങ്, one or more activities are done parallelly. Here, after communication, we can do planning or modeling parallelly, or we can do modeling or construction parallelly. If any 2 activities are done parallelly, not only 2 or 3 activities are done parallelly, we can say that the process flow is termed as parallel process flow. ഒന്നോ അതിൽ കൂടുതൽ ആക്ടിവിറ്റീസ് പാരലലി പെർഫോം ചെയ്താൽ നമുക്ക് അതിനെ പാരലൽ പ്രോസസ് ഫ്ലോ എന്ന് കോൾ ചെയ്യാം. Now, when we say about the framework hierarchy, we say that there are many activities, and activities encompasses actions, actions encompasses task. So what is this task set? Actually, task set defines the actual work to be done. ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, അതിന്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആക്ച്വൽ വർക്കിനെയാണ് നമ്മൾ ടാസ്ക് സെറ്റ് എന്ന് പറയുന്നത്. ആ ടാസ്ക് സെറ്റിന്റെ എക്സാമ്പിൾ ആണ് റിക്വയർമെന്റ്സ് ഗാദറിംഗ്. കസ്റ്റമറിൽ നിന്ന് അവരുടെ നീഡ്സ് നമ്മൾ ത്രൂ ഫോണോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇന്ററാക്ഷൻ വഴിയോ കളക്ട് ചെയ്യുക. ഇതൊരു ടാസ്ക് സെറ്റ് ആണ്. സോ ടാസ്ക് സെറ്റ് ഇസ് നത്തിങ് ദ ആക്ച്വൽ വർക്ക് ടു ബി ഡൺ ടു produce the final output. And what is the goal of task set? The goal of task set, ഓരോ ടാസ്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്താൽ മാത്രമാണ് അവരുടെ നീഡ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ ടാസ്ക് സെറ്റിനും ഓരോ പെർട്ടിക്കുലർ ഗോൾ ഉണ്ട്. ഓരോ ടാസ്ക് സെറ്റ് ചെയ്യുമ്പോഴും ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ മീനിങ്.
What is task set? Task set is the actual work to be done. The tasks for small project ആണ് ഇവിടെ കാണിക്കുന്നത്. Make a list of stakeholders for the project. Projectന്റെ beneficiariesന്റെ list produce ചെയ്യുക. Invite all stakeholders to an informal meeting. അവരെ എല്ലാം ഒരു മീറ്റിംഗിന് call for ചെയ്യുക. Ask each stakeholder to make a list of features and functions required. അവരോട് അവർക്ക് വേണ്ട features, അവര് ആ പ്രൊഡക്റ്റിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഫങ്ഷനാലിറ്റീസിന്റെ റിക്വയർമെന്റ്സ് എല്ലാം സ്റ്റേറ്റ് ചെയ്യാൻ പറയുക. അടുത്ത് discuss the requirements and build a final list. We will gather the requirements from the stakeholders and based on those collected requirements, we will build a final list of requirement. Next one, prioritize the requirement. Our requirements ചിലത് വളരെ important ആയിരിക്കും, ചിലത് അത്ര important ആയിരിക്കില്ല. So അതിന്റെ importanceനെ ബേസ് ചെയ്ത് അതിനൊന്ന് prioritize ചെയ്യുക, ലിസ്റ്റിനെ prioritize ചെയ്യുക. Note the areas of uncertainty. ചില areas അപ്പോഴും clear ആയിരിക്കില്ല. ആ clear അല്ലാത്ത areas identify ചെയ്ത് note ചെയ്യുക. അല്ലെങ്കിൽ റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് നോട്ട് ചെയ്യുക. In the previous slide, we have seen task set for a simple project. Now we will see task set for a complex project in this slide and the coming slide. Our complex project ആവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നേരത്തെ റിക്വയർമെന്റ്സ് ഗാദറിംഗ് എന്നൊരു ടാസ്ക് സെറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ കുറച്ച് കാര്യം ചെയ്യേണ്ടി വന്നുള്ളൂ, 6 steps ചെയ്യേണ്ടി വന്നുള്ളൂ. ഇവിടെ നോക്കാം. Make a list of stakeholders for the project. Projectന്റെ beneficiariesന്റെ list create ചെയ്യാം. ഇതൊരു കോംപ്ലക്സ് പ്രൊജക്റ്റ് ആണ്, സോ ലിസ്റ്റ് തന്നെ വലുതായിരിക്കും. Interview each stakeholder separately to determine overall wants and needs. ഒരു സിമ്പിൾ പ്രൊജക്റ്റ് ആണെങ്കിൽ നമുക്ക് അവർക്ക് ഒരുമിച്ച് മീറ്റിങ്ങിന് കോൾ ഫോർ ചെയ്യാം. ബട്ട് ഒരു കോംപ്ലക്സ് പ്രൊജക്റ്റ് ആകുമ്പോൾ ഓരോ സ്റ്റേക്ക് ഹോൾഡറെയും സെപ്പറേറ്റ് ആയിട്ട് കോൾ ചെയ്യാണ് എപ്പോഴും ബെറ്റർ. എന്നാൽ മാത്രമാണ് ഈച്ച് ആൻഡ് എവ്രി വണ്ടെ നീഡ്സ് അറിയാൻ പറ്റുള്ളൂ. കോംപ്ലക്സ് പ്രൊജക്റ്റ് ആണ്, അപ്പൊ ആദ്യമേ നന്നായി ചെയ്തില്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. സോ ഇങ്ങനെ ഓരോരുത്തരെയും ഇന്റർവ്യൂ ചെയ്തു, അവരുടെ നീഡ്സ് എല്ലാം ഗ്യാദർ ചെയ്തു. പിന്നെന്താ ചെയ്യുന്നേ? ബിൽഡ് എ പ്രിലിമിനറി ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ബേസ്ഡ് ഓൺ സ്റ്റേക്ക് ഹോൾഡർ ഇൻപുട്ട്. സ്റ്റേക്ക് ഹോൾഡറിൽ നിന്ന് കിട്ടിയ റിക്വയർമെന്റ്സിനെ ബേസ് ചെയ്ത് വി ആർ പ്രിപ്പയറിംഗ് എ ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ്. അവർക്ക് വേണ്ട ഫങ്ഷനാലിറ്റീസും അവർ ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സിനെയും ബേസ് ചെയ്തൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു. ഷെഡ്യൂൾ എ സീരീസ് ഓഫ് ഫെസിലിറ്റേറ്റഡ് ആപ്ലിക്കേഷൻ സ്പെസിഫിക്കേഷൻ മീറ്റിംഗ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യണം പ്യുവർലി ആപ്ലിക്കേഷൻ സ്പെസിഫിക്കേഷന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ടെക്നിക്കൽ ടീം ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യണം. ദെൻ കണ്ടക്ട് മീറ്റിംഗ്. പ്രൊഡ്യൂസ് informal user scenarios as part of each meeting. ആദ്യമെല്ലാം നമുക്ക് ഓരോ മീറ്റിംഗിലും ഇൻഫോർമലി ഈ യൂസർ സിനാരിയോസ് എല്ലാം എങ്ങനെയാണ് പ്രൊഡ്യൂസ് ആകുക എന്നൊക്കെ മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യാം. റിഫൈൻ യൂസർ സിനാരിയോസ് ബേസ്ഡ് ഓൺ സ്റ്റേക്ക് ഹോൾഡർ ഫീഡ്ബാക്ക്. ഓരോ മീറ്റിംഗിലും നമ്മൾ ഇൻഫോർമലി യൂസർ സിനാരിയോസ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ ആഫ്റ്റർ ദ മീറ്റിംഗ് based on the stakeholder feedback നമുക്ക് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം, യൂസർ സിനാരിയോസ് ഒന്ന് മോഡിഫൈ ചെയ്യാം. Build a revised list of stakeholder requirements. stakeholder requirements ഫൈനൽ ലിസ്റ്റ് ഇപ്പോഴും ആയിട്ടില്ല. കണ്ടോ, നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ യൂസർ സിനാരിയോ മോഡിഫൈ ചെയ്യുമ്പോഴും we are creating a revised list. Use quality function deployment techniques to prioritize the requirements. ഈ റിക്വയർമെന്റ് ലിസ്റ്റ് വലുതാണ്, നേരത്തെ പറഞ്ഞ പോലെ അതിലെ ഇമ്പോർട്ടന്റ് റിക്വയർമെന്റ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ആ ലിസ്റ്റിനെ റിക്വയർമെന്റ്സ് ബേസ്ഡ് ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നു. പാക്കേജ് റിക്വയർമെന്റ്സ് സോ ദാറ്റ് ദേ ക്യാൻ ബി ഡെലിവേർഡ് ഇൻക്രിമെന്റലി. ഒരു എവല്യൂഷണറി പ്രോസസ് ഫ്ലോ ആയിരിക്കും കോംപ്ലക്സ് പ്രൊജക്റ്റിന് ബെറ്റർ ആവുക. ഈ റിക്വയർമെന്റ്സിനെ എല്ലാം കുറെ പാക്കേജ് ആക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആക്കി ഡിവൈഡ് ചെയ്യാം. ഗ്രൂപ്പ്സ് ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റിക്വയർമെന്റ് ഡിസൈൻ ചെയ്യുക, കോഡ് ചെയ്യുക, ഡിപ്ലോയ് ചെയ്യുക, യൂസർക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് സെക്കൻഡ് റിക്വയർമെന്റ് എടുക്കുക, അത് പ്ലാനിങ്, ഡിസൈനിങ്, കോഡിങ്, ഡിപ്ലോയ്മെന്റ് ഇതെല്ലാം ചെയ്ത് യൂസർക്ക് കൊടുക്കുക. അങ്ങനെ ഓരോ
ടൈമിലും ഓരോ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുക. Note constraints and restrictions that will place on the system. ഇനി risk factors analyze ചെയ്യാം. Discuss methods for validating the system. Meeting കൂടിയിട്ട് what all validations you may need to include in your software process അല്ലെങ്കിൽ software project എന്ന് ഡിസ്കസ് ചെയ്യുക. വാലിഡേഷന് വേണ്ട മെത്തേഡ്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ കോംപ്ലക്സ് പ്രൊജക്റ്റ് ആകുമ്പോൾ ഇത്രയും ടാസ്ക്, ഒറ്റ ടാസ്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. പറയുമ്പോൾ നമ്മൾ യൂസർ റിക്വയർമെന്റ്സ് ഗാദറിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനുവേണ്ടി ഇത്രയും ഫേസസ് വഴി അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. Now what is process pattern? A process pattern is something that describes a process related problem that is encountered during software engineering work. Identifies the environment in which problem has been encountered and suggests one or more proven solutions to the problem. So process pattern മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടാവുക. First one, process pattern describes something. എന്താ describe ചെയ്യുന്നത്? Process related problem in the software engineering work. Software engineering workന്റെ ഇടയിൽ സംഭവിക്കാവുന്ന process related problem ആണ് process patternൽ describe ചെയ്യുന്നത്. Problem മാത്രമല്ല describe ചെയ്യുന്നത്, അതിനുള്ള ആ പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസസ് ഏതൊക്കെയാണ്? What are the environments that causes such problem? Identifies the environment in which problem has been encountered. ഏതൊക്കെ environmentൽ, ഏതൊക്കെ situationലാണ് ആ പ്രോബ്ലം ഉണ്ടായത് എന്നാണ് നെക്സ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. Then it will suggest some solution. It will suggest one or more solutions to the problem. So process pattern is something which describes three things. What are the three things? The process related problems during the software engineering work, environment in which problem has been encountered, and solutions to the problem. So patterns can be defined at any level of abstraction. A pattern might be used to describe a problem and solution associated with complete process model. Describe a problem and solution associated with a framework activity, an action within a framework activity. So process pattern la eppozhum oru problem undagum, problemത്തിന്റെ solution undagum, അത് ഏത് സിറ്റുവേഷനിലാണ് ആ പ്രോബ്ലം ഉണ്ടായി അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഉണ്ടാവും. ഇത് പ്രോസസ് മോഡലിന്റെ ടൈമിലാകാം, മോഡലിൽ ഉണ്ടാവുന്ന പ്രോബ്ലം അതിനുള്ള സൊല്യൂഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രോബ്ലം അതിനുള്ള സൊല്യൂഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ടു ബി ടേക്കൺ ടു സോൾവ് സം പ്രോബ്ലംസ്, ഇതുമാകാം. ഇവിടെ പ്രോട്ടോടൈപ്പിംഗ് എന്ന് ഉദ്ദേശിച്ചത് ഒരു പ്രോസസ് മോഡലിന് എക്സാമ്പിൾ ആണ്, ഒരു ആക്ടിവിറ്റിക്ക് എക്സാമ്പിൾ ആണ് പ്ലാനിങ്, ഒരു ആക്ഷൻ ആണ് പ്രോജക്റ്റ് എസ്റ്റിമേഷൻ. Next, what is pattern template? A pattern template provides a consistent means for describing a pattern. Process pattern describe ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റിനെയാണ് നമ്മൾ pattern template എന്ന് പറയുന്നത്. We'll see how a pattern template will be there, or what are the major parts of a pattern template are described on this slide. See, every pattern template will have a pattern name, a meaningful name describing it within the context of software process. ഓരോ പാറ്റേണും ഓരോ meaningful name കൊടുക്കും. Next, forces. The environment in which pattern is encountered, the issues that make the problem visible and may affect its solution. ഏത് എൻവയോൺമെന്റിലാണ് പ്രോബ്ലം ഉണ്ടായത് അല്ലെങ്കിൽ ഒരു പാറ്റേൺ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ ഫേസ് ചെയ്യേണ്ടി വന്ന ഇഷ്യൂസ് എന്താണ്, സൊല്യൂഷൻസ് എന്താണ് എന്നൊക്കെയാണ് ഫോഴ്സസിൽ പറയുന്നത്. തേർഡ് പാർട്ട്, ടൈപ്പ്. 3 categories of pattern ഉണ്ട്. സ്റ്റേജ് പാറ്റേൺ, ടാസ്ക് പാറ്റേൺ, ഫേസ് പാറ്റേൺ. ഇതാണ് ടൈപ്പ് ആയിട്ട് പറയുന്നത്. What is stage pattern? Defines a problem associated with a framework activity for the process. ഒരു പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യുന്ന പാറ്റേണിനെയാണ് സ്റ്റേജ് പാറ്റേൺ എന്ന് പറയുന്നത്.
and this problem is associated within a framework activity. Tasks pattern defines a problem associated with a software engineering action or task. Taskilo, work taskilo, actionlo define ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനെയാണ് ടാസ്ക് പാറ്റേൺ എന്ന് പറയുന്നത്. Phase pattern defines a sequence of framework activities that occur within the process. മൂന്ന് സ്റ്റേജിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ നമ്മൾ മൂന്ന് ടൈപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിയുടെ ഇടയിൽ എൻകൗണ്ടർ ചെയ്യുന്ന പ്രോബ്ലം ആണ് സ്റ്റേജ് പാറ്റേൺ എന്ന് പറയുന്നത്. ഒരു വർക്ക് ടാസ്കിന്റെയോ ആക്ഷന്റെയോ അസോസിയേറ്റ് ചെയ്തൊരു പ്രോബ്ലത്തിനെയാണ് ടാസ്ക് പാറ്റേൺ എന്ന് പറയുന്നത്. വിതിൻ ദ പ്രോസസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോബ്ലത്തിനെയാണ് ഫേസ് പാറ്റേൺ എന്ന് പറയുന്നത്. അടുത്ത ഇനീഷ്യൽ കോണ്ടെക്സ്റ്റ് describes the conditions under which the pattern apply. ഈ പാറ്റേൺ ഏതൊക്കെ കണ്ടീഷനിലാണ് അപ്ലൈ ആവുക എന്നുള്ളതിനൊരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇനീഷ്യൽ കോണ്ടെക്സ്റ്റ് വെച്ച് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് എ പ്രോബ്ലം ആക്ച്വലി, അതാണ് പ്രോബ്ലത്തിൽ പറയുന്നത്. ദ സ്പെസിഫിക് പ്രോബ്ലം ടു ബി സോൾവ്ഡ് ബൈ ദി പാറ്റേൺ. ഇറ്റ്സ് സൊല്യൂഷൻ, അതാണ് നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നത്. റിസൾട്ടിംഗ് കോണ്ടെക്സ്റ്റ് describes the conditions that will result once the pattern has been successfully implemented. ഈ പാറ്റേണിലെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അതിന് സൊല്യൂഷൻ പറയുന്നുണ്ട്. ആ സൊല്യൂഷൻ വെച്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയാൽ വാട്ട് ഈസ് എ ഫൈനൽ റിസൾട്ട് എന്നാണ് റിസൾട്ടിംഗ് കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. റിലേറ്റഡ് പാറ്റേൺ പ്രൊവൈഡ്സ് എ ലിസ്റ്റ് ഓഫ് പ്രോസസ് പാറ്റേൺസ് ദാറ്റ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ദിസ് വൺ. ചിലപ്പോൾ ഈ ഒരു പാറ്റേണിന് റിലേറ്റ് ചെയ്ത് വേറെയും പാറ്റേൺസ് ഉണ്ടാകാം. അതിന്റെ ലിസ്റ്റ് ആണ് റിലേറ്റഡ് പാറ്റേണിൽ കൊടുക്കുന്നത്. നോൺ യൂസേഴ്സ് ആൻഡ് എക്സാമ്പിൾസ്, കുറച്ച് എക്സാമ്പിൾസും കുറച്ച് വെൽ നോൺ യൂസ് കേസസും വേണമെങ്കിൽ ലാസ്റ്റ് പാർട്ടിൽ പ്ലോട്ട് ചെയ്യാം. ഒരു പാറ്റേൺ ടെംപ്ലേറ്റ് എടുത്താൽ അതിൽ ഇത്രയും വേരിയസ് പാർട്സ് ഉണ്ടാവും. ഇതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിക്കുന്നത്, ഒരു പ്രോസസ് പാറ്റേൺ. ഹിയർ യു ക്യാൻ സി ഒരു പാറ്റേൺ നെയിം ഉണ്ട്. റിക്വയർമെന്റ്സ് അൺക്ലിയർ, യൂസറിൽ നിന്ന് റിക്വയർമെന്റ്സ് കളക്ട് ചെയ്തു വന്ന അൺക്ലിയർ ആണ് കണ്ടോ. ഇനി അതിലെ ഓരോ പോർഷനും നമ്മൾ വീണ്ടും വീണ്ടും ഡിഫൈൻ ചെയ്യാം. ഇന്റന്റ് എന്താണ്, ഫോഴ്സ് ചെയ്തത് എന്തുകൊണ്ടാണ്, ഏത് ടൈപ്പിലാണ്, ഫേസ് പാറ്റേണിലാണ് വരുന്നത്, അതിന്റെ ഇനീഷ്യൽ കോണ്ടെക്സ്റ്റ് എന്താണ്, what is the actual problem, what is the solution, and if we apply the solution, what is the result we are going to get, what are the related patterns, what are the known use cases and examples. ഇങ്ങനെ ഒരു റിപ്പോർട്ട് എപ്പോഴും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ക്രിയേറ്റ് ചെയ്യും. ഈ ക്രിയേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിനെയാണ് പാറ്റേൺ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. This is an example of a pattern template. So in this video we have seen what is software process and various process flows like linear process flow, parallel process flow, etc. and what is a pattern template, task set, etc. Thank you.